ഹായ് മക്കളെ, എല്ലാവർക്കും അസ്ത്രയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്ത് കുറേ ദിവസമായി. അപ്പം അതുപോലെ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പിന്നെ നമ്മൾ 7th ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് അല്ലേ. അതിനിടയ്ക്ക് 6th ചാപ്റ്ററിൻ്റെ ഒരു പാർട്ടവിടെ പെൻഡിങ് വെച്ചിട്ട് നമ്മൾ 7th ചാപ്റ്റർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 6th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ നോട്ട്സുമാണ് വേണ്ടത്. അപ്പോൾ ഈ പാർട്ടോട് കൂടി നമ്മൾ 6th ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മളതിൻ്റെ നോട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. ഓക്കെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്കധികം സമയം കളയണ്ട. നമുക്ക് ഇനി ബാക്കി എടുക്കാനുള്ള ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡൽഹി സൽത്തനത്ത്. ഓക്കെ, ഡൽഹി സൽത്തനത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ദ വേരിയസ് റീജിയണൽ കിങ്ഡംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. By the beginning of the 13th century CE, the majority of Indian territories came under a system of government that centered in Delhi. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഭാഗങ്ങളിൽ നമ്മളെന്താ മനസ്സിലാക്കിയിട്ടുണ്ടായത്? റീജിയണൽ കിങ്ഡംസിനെ കുറിച്ചാണ് പഠിച്ചത്. പ്രാദേശിക രാജ്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായത്. എങ്കിൽ CE 13ാം നൂറ്റാണ്ടോടുകൂടി, ഓക്കെ, 13th century CEയോടുകൂടി എന്ത് സംഭവിക്കുകയാണ്? ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയിട്ടുള്ളൊരു ഭരണ സമ്പ്രദായത്തിലേക്ക് പോവുകയാണ്. ഇല്ലെങ്കിൽ ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഭരണ സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. Let's look into the background and features of the same. We have learned in previous classes that the Arabs had commercial and cultural relation with India. അപ്പോൾ നമ്മൾ 13ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയുടെ ഭൂരിഭാഗവും ഡൽഹി കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു അധികാര സമ്പ്രദായത്തിലേക്ക് പോയി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കണ്ടേ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ടുണ്ടായി? 13ാം നൂറ്റാണ്ടോടുകൂടി ഇത്തരത്തിലേക്ക് മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പേ പറയുകയാണ്, വി ഹാവ് ലേൺഡ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് അറബ്സ് ഹാഡ് കൊമേഴ്ഷ്യൽ ആൻഡ് കൾച്ചറൽ റിലേഷൻ വിത്ത് ഇന്ത്യ. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ മുന്നത്തെ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറബികൾക്ക് ഇന്ത്യയായിട്ട് വാണിജ്യ സാംസ്കാരിക ബന്ധം ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ബട്ട് at the beginning of 8th century CE, the Arabs attacked Sindh, the western coastal region of the Indian subcontinent. എന്നാൽ 8ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രതീരത്തിൻ്റെ പ്രദേശമായ സിന്ധ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇൻ ദ ബിഗിനിങ് ഓഫ് ദി 8th century CE, the Arabs attacked Sindh, the western coastal region of the Indian subcontinent. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രതീരത്തെ പ്രദേശമാണ് സിന്ധ്. ഈ സിന്ധ് ആരാക്രമിച്ചു? അറബികൾ ആക്രമിച്ചു. ഓക്കെ, ദ ഗോൾ ബിഹൈൻഡ് ദിസ് അറ്റാക്ക് വാസ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ ആൻഡ് ദ ട്രേഡ് ഇൻട്രസ്റ്റ് ഓഫ് അറബ്സ്. അപ്പോൾ എന്ത് ആക്രമണം നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യവും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ത്യയുടെ സമ്പത്തും ഓക്കെ അതുപോലെ തന്നെ കച്ചവട താല്പര്യമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് ഇൻവേഷൻ അതർ കൺട്രീസ് റിയലൈസ്ഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി വീക്ക്നെസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ആക്രമണത്തോട് കൂടിയിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയപരവും സൈനികപരവുമായ വീക്ക്നെസ്, ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ദൗർബല്യം ആര് മനസ്സിലാക്കി? മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കി. അതായത് ആ ആക്രമണത്തിന് മുമ്പ് വരെ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ പറയാറില്ല, ചില കുട്ടികളിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആദ്യമായിട്ട് വരുന്നവർ ഭയങ്കര ജാടയാണ്, ഗൗരവക്കാരനൊക്കെ തോന്നിയാലും നമ്മളൊന്ന് അടുത്തറിയുമ്പോഴാണ് നമുക്ക് അവർ യഥാർത്ഥ അവരുടെ വീക്ക്നെസ്സും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് മനസ്സിലാവാം. ഓക്കെ, അതുപോലെ ഈ ഒരു ആക്രമണത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ദൗർബല്യം മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. Then the Turkish rulers Mahmud of Ghazni and Muhammad of Ghor invaded India in 11th and 12th century CE. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് പറയാണ്, ഇതിനെ തുടർന്ന്, അതായത് ഈ ഒരു ഇൻവേഷന് ശേഷം ഭരണാധികാരികളുടെ ദൗർബല്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തുർക്കികളായ ഗസ്നിയിലെ മഹ്മൂദ് ഓഫ് ഗസ്നി ആൻഡ് മുഹമ്മദ് ഓഫ് ഗോറിലെ മുഹമ്മദും എന്ത് ചെയ്തു? ഇന്ത്യയെ ആക്രമിക്കുകയാണ്. ഏതൊക്കെ സമയത്ത്? 11ാം നൂറ്റാണ്ടിലും 12ാം നൂറ്റാണ്ടിലും ഇന്ത്യയെ ആക്രമിക്കുന്നു. Mahmud is said to have attacked India in 17 times. This shows their interest in the great wealth of India.
ദിസ് ഇൻവേഷൻ ഗ്രാജുവലി ഗേവ് വേ ടു സൽത്തനത്ത് റൂൾ. അപ്പോൾ ഇവിടെ പറയാണ് മഹ്മൂദ് അല്ലെ, ഗസ്നിയിലെ മഹ്മൂദ് ഏകദേശം 17 തവണ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര തവണയാണ്? 17 തവണയാണ് ഇന്ത്യ ആക്രമിച്ചത്. അതിന്റെ കാരണം പറയാം, ദി ഷോസ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദ ഗ്രേറ്റ് വെൽത്ത് ഓഫ് ഇന്ത്യ. അവർക്ക് ഇന്ത്യയുടെ സമ്പത്തിന്റെ മുകളിൽ അവർക്ക് വലിയൊരു താല്പര്യം, ഒരു കണ്ണുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ തെളിവ്. ദി ഷോസ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ഗ്രേറ്റ് വെൽത്ത് ഓഫ് ഇന്ത്യ. ദിസ് ഇൻവേഷൻ ഗ്രാജുവലി ഗേവ് ദ വേ ടു സൽത്തനത്ത് റൂൾ. ഈ ആക്രമണം ക്രമേണ ഇതിലേക്ക് വന്നു, ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള സൽത്തനത്ത് ഭരണത്തിന് വഴിയൊരുക്കി, ഇല്ലേ സുൽത്താൻ ഭരണത്തിന് വഴിയൊരുക്കി എന്ന് പറയാം. നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ആൻഡ് സം പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ വർ അണ്ടർ ദ റൂൾ ഓഫ് ദി സുൽത്താൻസ്. അതിനുശേഷം നമ്മൾ പറയാം ഉത്തരേന്ത്യയും അതുപോലെ തന്നെ മധ്യേന്ത്യയും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും ആരുടെ കീഴിലായി? സുൽത്താൻ ഭരണത്തിന്റെ കീഴിലേക്ക് വന്നു. 5 dynasties were in power during the period of Sultanate which lasted from 1206 to 1526. 1206 മുതൽ 1526 CE വരെയാണ് പിന്നെ സുൽത്താൻ ഭരണം നടന്നത്. അപ്പോൾ CE 1206 മുതൽ 1526 വരെ സുൽത്താൻ ഭരണത്തിന്റെ കാലത്ത് 5 രാജവംശങ്ങൾ പിന്നെ അധികാരത്തിൽ വന്നിരുന്നു. അത് ഏതൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ദ ഡൈനാസ്റ്റീസ് ഓഫ് ഡൽഹി സൽത്തനത്ത് ഏതൊക്കെയായിരുന്നു? മംലൂക്ക്, ഗൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഓക്കെ, ഏതൊക്കെയാ ഒന്നുകൂടി നോക്കാം. മംലൂക്ക്, ഗൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ദിസ് പീരീഡ് വിറ്റ്നസ്ഡ് സെവറൽ എക്സ്പെരിമെന്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അപ്പോൾ ഈ കാലഘട്ടം, ഏത് കാലഘട്ടം? സൽത്തനത്ത് കാലഘട്ടം, സുൽത്താൻ ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് ഭരണപരിഷ്കാരങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒരു സാക്ഷ്യം വഹിച്ചൊരു കാലഘട്ടമായിരുന്നു. ദ മാർക്കറ്റ് കൺട്രോൾസ് എക്സിക്യൂട്ടഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അലാവുദ്ദീൻ ഖിൽജി വാസ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് പിന്നെ കമ്പോള നിയന്ത്രണമാണ്, മാർക്കറ്റ് കൺട്രോളാണ്. ആരുടെ കാലഘട്ടത്തിലാണ്? അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്ത് 1296 മുതൽ 1316 വരെയുള്ള കാലഘട്ടമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലം. ആ സമയത്തുണ്ടായ പിന്നെ ദ മാർക്കറ്റ് കൺട്രോൾ, കമ്പോള നിയന്ത്രണമാണ് അതിൽ സുപ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഒരു പരിഷ്കാരം. ഓക്കെ, its objective was to control the prices of all products in general and the price of foodstuff in particular. അപ്പോൾ നമ്മൾ പിന്നെ മാർക്കറ്റ് കൺട്രോളിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, കമ്പോള നിയന്ത്രണം. അപ്പം ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു കൺട്രോൾ ദ പ്രൈസസ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് ഇൻ ജനറൽ. അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില ജനറലായിട്ട്, അതായത് പൊതുവായിട്ടും, അതുപോലെ തന്നെ ആൻഡ് പ്രൈസ് ഓഫ് ഫുഡ് സ്റ്റഫ് ഇൻ എ പെർട്ടിക്കുലർ, അതായത് പിന്നെ ഭക്ഷ്യ സാധനങ്ങളുടെ വില പ്രത്യേകിച്ച് നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയുന്നുണ്ട്. അലാവുദ്ദീൻ ഹാഡ് ടു ബിൽഡ് എ സ്ട്രോങ് ആർമി ആഫ്റ്റർ ദ മംഗോളിയൻ ഇൻവേഷൻ. അപ്പം അലാവുദ്ദീന് എന്തുകൊണ്ടായിരുന്നു ഈ മംഗോളിയൻ ആക്രമണത്തെ തുടർന്നിട്ട് ശക്തമായൊരു സൈന്യത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഒരു ശക്തമായൊരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ട ഒരു ആവശ്യം അലാവുദ്ദീൻ ഉണ്ടായിരുന്നു. ഹി വാസ് ഫോഴ്സ്ഡ് ടു മേക്ക് സച്ച് എ റിഫോം because of his concern that the large army would require huge sum of money to be paid as salary. അപ്പം ഇത്തരത്തിലുള്ള ഒരു കമ്പോള നിയന്ത്രണം കൊണ്ടുവരാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, വിശാലമായൊരു സൈന്യം ഇല്ല, വലിയൊരു സൈന്യത്തിന് ശമ്പളമായിട്ട് വലിയൊരു തുക നൽകേണ്ടി വരും. ഈ ഒരു റീസണാണ്, ഈ ഒരു ആശങ്കയാണ് ഇത്തരത്തിലുള്ളൊരു പരിഷ്കാരത്തിന് അലാവുദ്ദീനെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ പരിഷ്കരണം എന്ന് ഇപ്പോൾ പറഞ്ഞു, എന്താ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുകയാണ്. ഇഫ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ് ഈസ് ലോ ഇറ്റ് ഈസ് ഇനഫ് ടു പേ ലോ സാലറി. അതായത് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക എന്ത് കൊടുത്താൽ മതി? ശമ്പളമായിട്ട് നൽകിയാൽ മതി. ഓക്കെ, ദെൻ ആസ് എ പാർട്ട് ഓഫ് ദിസ് ഹി എസ്റ്റാബ്ലിഷ്ഡ് വെയർഹൗസസ് ആൻഡ് പണിഷ്ഡ് ദോസ് ഹു ചാർജ്ഡ് ഹയർ പ്രൈസസ് ആൻഡ് ദ ഹോർഡേഴ്സ്. അതായത് പിന്നെ അതിനു വേണ്ടിയിട്ട് പിന്നെ സംഭരണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അലാവുദ്ദീൻ. അതുപോലെ ഉയർന്ന വിലയൊക്കെ ഉണ്ടാക്കി സാധനം കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുക എന്ന് പറയില്ലേ, പിന്നെ സാധനം ആ സമയത്ത് മാർക്കറ്റിൽ കൊണ്ടുവരാതെ പൂഴ്ത്തി വെക്കുന്നവർക്കും ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു മാപ്പ് കാണാൻ പറ്റും. ദ ഏരിയ ഡൊമിനേറ്റഡ് ബൈ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പേജ് നമ്പർ 124 ആണ്. ഞാൻ മാപ്പ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ അവിടെ ദ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് മിലിറ്ററി മൂവ്മെന്റ്സോട് കൊടുത്തിട്ടുണ്ട്. അതായത് സൈനിക നീക്കം, അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക നീക്കം ആരോ മാർക്ക് ഇട്ടിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് സോഷ്യോ എക്കണോമിക് ലൈഫാണ്, സാമൂഹിക സാമ്പത്തിക ജീവിതം. ഓക്കെ, റെഡി? സോഷ്യോ എക്കണോമിക് ലൈഫ്, സാമൂഹിക സാമ്പത്തിക ജീവിതം. ഓക്കെ, ദ മൊറോക്കൻ ട്രാവലർ ഇബ്ൻ ബത്തൂത്ത who visited India in the 14th century opined that the fertile soil of India was very suitable for agriculture. അതായത് ഇന്ത്യ
സന്ദർശിച്ച ഒരു മൊറോക്കൻ സഞ്ചാരി, എന്താണ് പേര്? ഇബ്നു ബത്തൂത്ത. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യയിലെ മണ്ണ് ഫെർട്ടൈലാണ്, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്, അതുപോലെ കൃഷിക്ക് ഏറെ അനുയോജ്യമായതെന്നാണെന്ന് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് സന്ദർശിച്ചിട്ടുള്ളത്? 14-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, 14-ാം നൂറ്റാണ്ടിലാണ് മൊറോക്കൻ ട്രാവലറായ ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിക്കുന്നത്. ഓക്കെ, യെസ്. ദെൻ ഹി ഹാസ് റെക്കോർഡഡ് ദാറ്റ് കൾട്ടിവേഷൻ വാസ് ഡൺ ട്വൈസ് ഓർ ത്രൈസ് എ ഇയർ. അതുപോലെ അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വർഷത്തിൽ 2-3 തവണ എന്ത് ചെയ്യാറുണ്ട്? കൃഷി ചെയ്തിരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Majority of the population was farmers, but continuous famines and wars made the life of farmers difficult. അപ്പോൾ ഇന്ത്യയുടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എന്തായിരുന്നു? കർഷകരായിരുന്നു. പക്ഷേങ്കിൽ തുടർച്ചയായ കണ്ടിന്യൂസ് ഫാമിൻസ്, ക്ഷാമവും അതുപോലെ വാർസ്, യുദ്ധങ്ങളും എന്തുണ്ടാക്കി? ഈ കർഷകരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഷുഗർ കെയിൻ, വീറ്റ്, ഇൻഡിഗോ, കോട്ടൺ, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് വർ കൾട്ടിവേറ്റഡ്. അപ്പോൾ അവിടെ കൃഷി ചെയ്തത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായെന്ന് നോക്കിയേ. കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, ഓയിൽ സീഡ്സ് എണ്ണക്കരുക്കൾ, ദെൻ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ, ആൻഡ് ഫ്ലവേഴ്സ് പൂക്കൾ അല്ലേ, എന്നിവയൊക്കെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, led to the development of crafts like oil making, jaggery making, weaving and coloring of textiles. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞു കൃഷിയൊക്കെ ഇതൊക്കെയാണ് കൃഷി ചെയ്ത് എന്തൊക്കെയാണ് കൃഷി ചെയ്തത് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൽ നിന്ന് എന്തിലേക്ക് മാറാണ്? ഇവർ കരകൗശല തൊഴിലുകളിലേക്ക് മാറാണ്. ഏതൊക്കെയാണ് അത്? എണ്ണയാട്ടൽ, അതുപോലെ തന്നെ ശർക്കര ഉണ്ടാക്കൽ, പിന്നെ നെയ്ത്ത്, അതുപോലെ തന്നെ കളറിങ് ഓഫ് ടെക്സ്റ്റൈൽസ്, തുണികൾക്ക് നിറം കൊടുക്കുക തുടങ്ങിയ കൈത്തൊഴിലുകളിലേക്ക് ഇവർ മാറാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. അതായത് കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പറഞ്ഞു, അതിനുശേഷം അത് ഉപയോഗിച്ച് തന്നെ അവർക്ക് എന്താണ്? ഇവർ കരകൗശല തൊഴിലുകളിലേക്കും കൂടി വരികയാണ്. ഓക്കെ, ദെൻ Rahad irrigation system, in which water was drawn from a water body for irrigation by spinning a wheel using a cattle, was in practice. അപ്പോൾ അവിടെ ചിത്രം കാണാൻ പറ്റും അല്ലേ? റഹദ് ജലസേചന സമ്പ്രദായം എന്ന് നമുക്കിവിടെ കാണാം. ഓക്കെ, റഹൽ ഇറിഗേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചാൽ ഈ വെള്ളക്കെട്ടിൽ നിന്ന് ഇല്ല ജലാശയത്തിൽ നിന്ന് ഈ കാലുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ചക്രം കറക്കിയിട്ട് വെള്ളം എടുക്കുക. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റഹദ് ജലസേചന സമ്പ്രദായം അഥവാ റഹദ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയാം. ഇത്തരം സമ്പ്രദായവും കൂടി അവിടെ നിലനിന്നിരുന്നു. In addition to the growth in agriculture, administrative stability, improvement in the transportation system, and a monetary system based on tanga and dirham contributed to the growth of trade. അപ്പോൾ നെക്സ്റ്റ് പറയുകയാണ്, ഈ കാർഷിക വളർച്ച മാത്രമല്ല, അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെബിലിറ്റി, ഭരണസ്ഥിരത, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി, പിന്നെ ഒരു നാണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു നാണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു പണ വ്യവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. തങ്ക ആൻഡ് ദിർഹം. ഓക്കെ, അതും സിൽവറും, ഒന്ന് കോപ്പറും, വെള്ളിയും ചെമ്പ് എന്നീ നാണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു മോണിറ്ററി സിസ്റ്റം, ഒരു പണവ്യവസ്ഥ കൂടി അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ബോത്ത് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഗോട്ട് സ്ട്രെങ്തൻഡ്. Soft silk, glass, horses, Chinese vessels, ivory and spices were imported from different countries. അപ്പോൾ ഇവിടെ പറയാം എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്തായി? സ്ട്രെങ്തൻഡായി, ശക്തി പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്താണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് നമുക്കറിയാം അല്ലേ? കയറ്റുമതിയും ഇറക്കുമതിയും. ഓക്കെ, അപ്പോൾ അത് ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക്, മിനുസ്സുള്ള പട്ടുതുണി, പിന്നെ ഗ്ലാസ്, അതുപോലെ ഹോഴ്സസ്, പിന്നെ ചൈനീസ് വെസൽ, പിന്നെ ഐവറി ആനക്കൊമ്പ്, പിന്നെ സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇൻ ഇന്ത്യ ദർ വർ മോർ എക്സ്പോർട്ട്സ് ദാൻ ഇമ്പോർട്ട്സ്. ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ. ഓക്കെ, ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പം നോക്കുക, സോ ഗോൾഡ് ആൻഡ് സിൽവർ ഹാഡ് ഫ്ലോഡ് ഇൻ ടു ഇന്ത്യ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് സ്വർണ്ണവും വെള്ളിയൊക്കെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, the development of trade caused the growth of cities and urban life. Delhi and Daulatabad were the biggest cities of the eastern world of that period. അപ്പോൾ ഇവിടെ നമുക്ക് വ്യാപാരം നല്ലപോലെ ട്രേഡിന് നല്ല വളർച്ചയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നഗരങ്ങളും നഗരജീവിതമൊക്കെ വളർന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വൻകിട അല്ലെങ്കിൽ ഏറ്റവും വലിയ നഗരങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയും ദൗലത്താബാദും ആയിരുന്നു. എവിടെയെന്ന് പറഞ്ഞാൽ
ദ ബിഗസ്റ്റ് സിറ്റീസ് ഓഫ് ഈസ്റ്റേൺ വേൾഡ് ഓഫ് ദാറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിട്ട് ഏത് മാറി? ഡൽഹിയും ദൗലത്താബാദും മാറി എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ബംഗാൾ ആൻഡ് ഗുജറാത്ത് വേർ വെൽ നോൺ ഫോർ ദെയർ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്. അപ്പോൾ അവിടെ ഗുജറാത്തും ബംഗാളും ഈ രണ്ട് നഗരങ്ങൾ ഈ തുണിത്തരങ്ങൾക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിന് പേര് കേട്ടിയവയായിരുന്നു എന്ന് പറയുന്നു. ദെൻ ലാഹോർ, മുൾട്ടാൻ ആൻഡ് ലക്നൗ വർ ബിസി ടൗൺസ്. അപ്പോൾ ഏറ്റവും തിരക്കുള്ള നഗരങ്ങളായിട്ട് ലാഹോറും മുൾട്ടാൻ, ലക്നൗ ഇതൊക്കെ തിരക്കേറിയ നഗരങ്ങളായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പണികളെ കുറിച്ച് പറയുന്നത് ടർക്സ് സ്റ്റാർട്ടഡ് പേപ്പർ മേക്കിംഗ് in addition to the already existing handcrafts like leather work, metallurgy, carpet making and carpentry. അപ്പോൾ ഇവിടെ തൂകൽപ്പണിയും ലോഹപ്പണിയും അതുപോലെ തന്നെ പരവതാനി നിർമ്മാണം, കാർപ്പൻട്രി, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾ കൂടാതെ ഈ തുർക്കികൾ എന്ത് ചെയ്തു? പേപ്പർ നിർമ്മാണം കൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. Whole land of the country was divided into iqtas and were allotted to Turkish nobles. The nobles collected the land revenue from these iqtas and gave it to the sultan. അപ്പോൾ ഈ രാജ്യത്തെ ഭൂമി മുഴുവൻ വിഭജിച്ചിട്ട് ഇക്തകളായിട്ട് തിരിച്ചിട്ട് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ദ നോബിൾസ് കളക്റ്റഡ് ദ ലാൻഡ് റവന്യൂ ഫ്രം ദീസ് ഇക്താസ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദ സുൽത്താൻ. അതായത് ഇവർ പ്രഭുക്കന്മാരെ ഈ ഭൂനികുതി പിരിച്ചിട്ട് ഇതിൻ്റെ വിഹിതം എന്ത് ചെയ്യും? ഈ ഇവിടുന്നുള്ള ഭൂനികുതിയുടെ വിഹിതം ആർക്കൊണ്ട് കൊടുക്കും? സുൽത്താന് നൽകും. ഓക്കെ, അപ്പോൾ ഈ അങ്ങനെ നികുതി പണമായിട്ട് പിരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു സമ്പദ് വ്യവസ്ഥ അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദ കളക്ഷൻ ഓഫ് ടാക്സ് ഇൻ ക്യാഷ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ക്യാഷ് എക്കണോമി ആൻഡ് ദെർബൈ പേവ്ഡ് ദ വേ ഫോർ ദ മാസീവ് എക്കണോമിക് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക പുരോഗതി എവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, now let's see how the social life was during the Sultanate period. The medieval society was full of several inequalities. The sultans, chief nobles, village chiefs called mukdams, and lower nobles led their lives in high standards. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് സുൽത്താൻ ഭരണകാലത്തിലെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ദ മിഡീവൽ സൊസൈറ്റി വാസ് ഫുൾ ഓഫ് സെവറൽ ഇനീക്വാലിറ്റീസ്. അത് അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു മധ്യകാല സമൂഹം എന്ന് പറയാം. അതിൽ സുൽത്താൻ ആദ്യം ഏറ്റവും ഹയർ സ്റ്റാറ്റസുള്ള സുൽത്താൻ, പിന്നെ ചീഫ് നോബിൾസ് മുഖ്യ പ്രഭുക്കന്മാർ, പിന്നെ വില്ലേജ് ചീഫ്സ് കോൾഡ് മുഗ്ധം അല്ലെ, ഗ്രാമത്തലവന്മാരുണ്ട്, അവരെ മുഗ്ധം എന്ന പേരിലാണ് അറിയപ്പെടുക. അതിനുശേഷം ലോവർ നോബിൾസ് ചെറുകിട പ്രഭുക്കന്മാർ. ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡിലായിരുന്നു അവിടുത്തെ ജീവിതം എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി സിറ്റീസ് ആൻഡ് വില്ലേജ് അണ്ടർവെന്റ് സെവറൽ സഫറിങ്സ്. അപ്പോൾ ഗ്രാമങ്ങളിലും അതുപോലെ നഗരങ്ങളിലൊക്കെയുള്ള ഭൂരിഭാഗം ജനങ്ങൾ ഒരുപാട് കഷ്ടതകളും യാതനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ കാസ്റ്റ് സിസ്റ്റം ഡിഡ് നോട്ട് അണ്ടർഗോ എ ഫണ്ടമെന്റൽ ചേഞ്ചസ്. അപ്പം അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പണ്ട് ഒരു ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു രീതി അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വിചാരിച്ചാൽ സം പീപ്പിൾ ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദർ ഹാഡ് ബീൻ സം ചേഞ്ചസ് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ. സ്ത്രീകളുടെ പദവിയിൽ ചെറിയൊരു മാറ്റം വന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. ദിസ് പ്രോഗ്രസീവ് ചേഞ്ച് ക്യാൻ ബി സീൻ ദ വുമൻസ് റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് ഒരു പുരോഗമനപരമായ ഒരു മാറ്റം ഉണ്ടായി എന്ന് അവിടെ പറയുന്നത്. ഹവർ ദ കാസ്റ്റ് സിസ്റ്റം ഡിഡ് നോട്ട് ലിമിറ്റ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. പക്ഷെ അവിടെ ജാതി വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും തമ്മിൽ അവരുടെ പരസ്പര ബന്ധത്തെയൊന്നും ഇടപെടലിനെയൊന്നും പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലീഡേഴ്സ് ഓഫ് ദ ആർമി അഡ്മിനിസ്ട്രേഷൻ ആർ ഓഫൺ ഹിന്ദുസ്. അവിടുത്തെ സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണത്തിൻ്റെയും നേതാക്കളൊക്കെ ആരായിരുന്നു? ഹിന്ദുമത വിശ്വാസികളായിരുന്നു എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൾച്ചർ ലൈഫാണ്, സാംസ്കാരിക ജീവിതം. ഓക്കെ, പിക്ചേഴ്സ് ഓഫ് സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഫെമിലർ ടു യു ആർ ഗിവൺ. Can you find out their names? These musical instruments came into India during the Sultanate period. അപ്പോൾ നമ്മൾ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ സംഗീത പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറയുന്നത് സുൽത്താൻമാരുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇൻ ദിസ് വേ the Sultanate's rule had strong influence on the cultural life of India. ഇത്തരത്തിൽ സുൽത്താൻ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. The Sultan's rules had different effects in different regions of India and
in different areas of people's life. More than that, this did not happen suddenly. Instead, symbiosis of two cultures formed through long-term mutual interaction. അപ്പോൾ പിന്നെ പറയാം, അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സുൽത്താൻ ഭരണത്തിൻ്റെ സ്വാധീനം സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ഭാഗത്തിലും ഒരുപോലെ ആയിരുന്നില്ല, വ്യത്യസ്തമായ രീതിയിലായിരുന്നു എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല, പക്ഷേങ്കിൽ ദീർഘനാളത്തെ പരസ്പര ബന്ധങ്ങളിലൂടെയാണ് ഈ രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം സാധിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഹാഡ് ഇറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് അറ്റ് ടൈംസ്. അപ്പം എല്ലാ സമയത്തും ഒരുപോലെ ആയിരുന്നില്ല. പിന്നെ ഇവിടെ എന്തുണ്ട്, ചിലപ്പോഴൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ച താഴ്ചകളൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ദെൻ നെക്സ്റ്റ് പറയാം, അപ്പാർട്ട് ഫ്രം ദ മ്യൂസിക് ദ ഇൻഫ്ലുവൻസ് ക്യാൻ ബി സീൻ ഇൻ ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ ഓൾസോ. സംഗീതത്തിൽ മാത്രമല്ല, വാസ്തുവിദ്യ അതുപോലെ സാഹിത്യം എന്നീ രംഗങ്ങളിലൊക്കെ ഈ പിന്നെ സുൽത്താൻ ഭരണത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ദ കുത്തബ് മിനാർ, ദ തുഗ്ലക് ഫോർട്ട്, ദ ഹൗസ് ഗസ് complex and Lodi gardens situated in Delhi are example of their contribution to the field of architecture. അപ്പോൾ ഇവിടെ പറയുന്നത് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാർ, തുഗ്ലക്കാബാദ് കോട്ട, അതുപോലെ ഈ ഹോസ്ഗ സമുച്ചയം, ലോധി പൂന്തോട്ടമൊക്കെ അവരുടെ വാസ്തുവിദ്യാ രംഗത്തെ അവരുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ അവരുടെ സംഭാവനകളുടെ പിന്നെ എക്സാമ്പിളാണ്. ഓക്കെ, a lot of texts were composed in the Arabic language and many scientific and astronomical works of India were translated into Arabic during this period. അതുപോലെ അറബി ഭാഷയിൽ ഈ കാലത്ത് നിരവധി കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, പിന്നെ അതായത് ശാസ്ത്രഗ്രന്ഥങ്ങൾ, സയൻറ്റിഫിക് ആൻഡ് ആസ്ട്രോണമിക്കൽ എന്നാണ് പറഞ്ഞത്, ശാസ്ത്രഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലേക്കും എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദ പേർഷ്യൻ ലാംഗ്വേജ് കെയിം ഇൻ ടു ഇന്ത്യ വിത്ത് ദ അറൈവൽ ഓഫ് ദ തുർക്സ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് പേർഷ്യൻ ഭാഷ കടന്നു വരികയാണ്. എപ്പോഴാണ്? പിന്നെ തുർക്കികളുടെ വരവോടെയാണ് പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ദെൻ അമീർ ഖുസ്രു വാസ് എ റൈറ്റർ ഹു റോട്ട് ബ്യൂട്ടിഫുൾ വർക്ക്സ് ഇൻ ദ പേർഷ്യൻ ലാംഗ്വേജ്. അവിടെ നമ്മളൊരാളെ പിന്നെ സാഹിത്യകാരനെ പരിചയപ്പെടുകയാണ്, അമീർ ഖുസ്രു. ഓക്കെ, പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ ഒരുപാട് കൃതികൾ രചിച്ചൊരു സാഹിത്യകാരനാണ് ആര്? അമീർ ഖുസ്രു. ഓക്കെ, ദെൻ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഓൾസോ ഗ്രൂ ഇൻ ടു പ്രൊമിനൻറ്റ് ബ്രാഞ്ച് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചരിത്രരചനയും ഒരു പ്രമുഖമായൊരു ശാഖയായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. സിയാവുദ്ദീൻ ബരാനി was an important historian who lived in India during the Sultanate period. അപ്പം അതുപോലെ സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന പിന്നെ ഒരു പ്രശസ്തനായ ചരിത്രകാരൻ സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ ഫേമസ് ആയൊരു ചരിത്രകാരനായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളവിടെ ഓർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള. ലാസ്റ്റ് ഭാഗം എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പിന്നെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു മാസമായിട്ട് കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്. ഇനി മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.